മലയാറ്റൂരിലെ 19-കാരി ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്ത് അലൻ. സംശയത്തെ തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപാതകം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ആന്തരിക രക്തസ്രാവമുണ്ടായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും പ്രതി അലനും അടുപ്പത്തിലായിരുന്നു. ബംഗളൂരുവിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് അലൻ സംശയിച്ചു. ചിത്രപ്രിയയുടെ ഫോൺ വിളികളെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിട്ടിരുന്നു. സംഭവ ദിവസം അലൻ ചിത്രപ്രിയയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ബൈക്കിൽ പലയിടങ്ങളിലേക്ക് സഞ്ചരിച്ചു. മറ്റു ബന്ധങ്ങളെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി. തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. മദ്യലഹരിയിലായിരിക്കെ ആളൊഴിഞ്ഞയിടത്ത് വെച്ച് വെട്ടുകല്ലുകൊണ്ട് തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് അലൻ സമ്മതിച്ചു. CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും അന്വേഷണം അലനിലേക്ക് എത്തിച്ചു. ആദ്യം നിഷേധിച്ചുവെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഈ മാസം 6 മുതലാണ് മലയാറ്റൂർ മുണ്ടങ്കമറ്റം സ്വദേശി ചിത്രപ്രിയയെ കാണാതായത്. തുടർന്ന് പോലീസും വീട്ടുകാരും അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടെ സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ദുർഗന്ധം അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനരികെ കൂട്ടിയിട്ടിരുന്ന കല്ലുകളിൽ രക്തം പുരണ്ടിരുന്നു. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം തലയ്ക്കേറ്റ ഗുരുതര പരിക്ക് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തലയിൽ 1 കൂടുതൽ അടിയേറ്റ മുറിവുകളുണ്ട്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിവലിയുടെ പാടുകളുമുണ്ട്. ഇരുവരുടെയും ഫോണുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ചിത്രപ്രിയയുടെ മറ്റു സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. ജനം, കൊച്ചി.